റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തതെന്ന് നമ്പള്ളി കോടതി. റിമാൻഡ് ചെയ്ത വിവരം പോലീസ് തെലങ്കാന ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവരുന്നു. ഷബ്ന സേതുണ്ട്. ഷബ്ന, വിവരങ്ങൾ. സേതു, അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വീട്ടിൽ നിന്ന്, സ്വന്തം വസതിയിൽ നിന്നാണ് നേരത്തെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി. ഇപ്പോൾ ഏതായാലും ഏറ്റവും പുതിയ വാർത്ത വരുന്നത് അല്ലു അർജുൻ റിമാൻഡിലായി എന്നതാണ്. ഈ 14 ദിവസത്തേക്കാണ് അല്ലു അർജുനെ റിമാൻഡ് ചെയ്തിട്ടുള്ളത്. നമ്പള്ളി കോടതിയാണ് റിമാൻഡ് ചെയ്തത് എന്ന് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അല്ലു അർജുന്റെ റിമാൻഡ് സംബന്ധിച്ച് തെലങ്കാന ഹൈക്കോടതിയിലാണ് ഇത്തരത്തിൽ അഭിഭാഷകൻ ഈ വിവരം അറിയിച്ചത്. പോലീസ് ഈ വിവരം അറിയിച്ചത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ കുറ്റം ചുമത്തി എന്നാണ് കേസ്. ഈ തിയേറ്ററിലെ തിക്കിലും തിരക്കിലും വിട്ട് ഒരു സ്ത്രീ മരിച്ചു, രേവതി എന്ന സ്ത്രീ മരിച്ചതുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമയടക്കം 4 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ തിയേറ്റർ ഉടമയടക്കമുള്ളവരെ നേരത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. തുടർന്നാണ് ഇന്നിപ്പോൾ അല്ലു അർജുനെ കസ്റ്റഡിയിലെടുത്തത്. അല്ലു അർജുനെ സ്വന്തം വീട്ടിൽ നിന്നായിരുന്നു നേരത്തെ കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തതിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീടാണ് മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തിയാക്കി കീഴ്ക്കോടതിയിൽ ഹാജരാക്കി, മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയാണ് ഇപ്പോൾ 14 ദിവസത്തേക്ക് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് പോലീസ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു. തെലങ്കാന ഹൈക്കോടതിയിലാണ് ഈ കേസ് നിൽക്കുന്നത്. അല്ലു അർജുൻ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് തെലങ്കാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. നേരത്തെ ഇത്തരത്തിലൊരു ഹർജി നൽകുകയും അതിൽ സർക്കാരിനോട് കോടതി വിശദീകരണം തേടുകയും ചെയ്തു. ഇതിനിടെയായിരുന്നു അപ്രതീക്ഷിതമായി അല്ലു അർജുനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇത് നിയമവിരുദ്ധമാണ് എന്നായിരുന്നു അഭിഭാഷകൻ. ഇന്ന് രാവിലെ അല്ലു അർജുന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നു. പിന്നീട് നാടകീയമായ സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നു. അല്ലു അർജുന്റെ ഭാര്യയും പോലീസും തമ്മിൽ ചെറിയൊരു വാക്കേറ്റം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴും അവിടെ തെലുങ്കു സിനിമയിലെ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. ഈ അല്ലു അർജുന്റെ ഫാൻസ് എല്ലാം അവിടെയുണ്ട്. അപ്പോൾ ഈ കോടതി ഉത്തരവ് വരുന്ന സാഹചര്യത്തിൽ, വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു സംഘർഷ സാധ്യത എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? സേതു, ഏതായാലും കോടതി ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈക്കോടതിയിൽ ഇപ്പോൾ അല്ലു അർജുന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ റിമാൻഡിലായിട്ടുണ്ട് എന്ന് തന്നെയാണ്. റിമാൻഡിലായ സ്ഥിതിക്ക് ജയിലിലേക്ക് മാറ്റാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ സേതു സൂചിപ്പിച്ചതുപോലെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആരാധകരടക്കമുള്ളവരെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളോ ആ രീതിയിൽ ഒരുപക്ഷെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഏതായാലും ഹൈക്കോടതിയിൽ അല്ലു അർജുന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിക്കുന്നത് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി. ഈ അറസ്റ്റ് നിയമവിരുദ്ധമാണ്. കാരണം FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് ഒരു ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കുന്നു. ഈ ഹർജി പരിഗണനയിലിരിക്കുന്നതിനിടെയാണ് ഇപ്പോൾ പോലീസ് വീട്ടിൽ, അതായത് കിടപ്പുമുറിയിൽ കയറി കസ്റ്റഡിയിൽ എടുത്തു എന്നതായിരുന്നു. അത്തരത്തിൽ പോലീസ് എത്തുകയും ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പോലീസ് എത്തി കസ്റ്റഡിയിൽ എടുക്കുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിലേക്ക് നേരെ കൊണ്ടുപോകുന്നു. അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധന അടക്കം പൂർത്തിയാക്കി. പിന്നീട് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കി നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അല്ലു അർജുന്റെ അഭിഭാഷകൻ ഈ ഒരു നടപടിയെ ശക്തമായി തന്നെ ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ ഈ മജിസ്ട്രേറ്റ് കോടതിയിലും എതിർത്തിരുന്നു. അഭിഭാഷകൻ തന്നെ വ്യക്തമാക്കിയിരുന്നത് ഇത്തരത്തിലുള്ള അറസ്റ്റ് നിയമവിരുദ്ധമാണ്. കാരണം കൃത്യമായി അല്ലു അർജുൻ ഈ പരിപാടിക്ക് പങ്കെടുക്കും എന്ന് ഈ തിയേറ്റർ ഉടമകളെ അറിയിച്ചിരുന്നു. ഇത്തരത്തിലുള്ള വലിയ തിക്കും തിരക്കും ഉണ്ടാകും, അത് സുരക്ഷാ മുൻകരുതലുകൾ വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൽ തനിക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് തന്നെയായിരുന്നു അല്ലു അർജുൻ അതിന്റെ വാദം. കോടതിയിലടക്കം ഇത്തരത്തിലുള്ള വാദം ഉന്നയിച്ചിരുന്നു. ഏതായാലും ഇപ്പോൾ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഹൈക്കോടതിയുടെ തീരുമാനം ഇനി വരേണ്ടതുണ്ട്. ഹൈക്കോടതി ഏതായാലും ഈ വിഷയം പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ ഇത്തരത്തിലൊരു അറസ്റ്റ് നടന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് എന്താണ് ഹൈക്കോടതി പറയുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനിയിപ്പോൾ ജയിലിലേക്ക് പോകണമോ. ജയിലിലേക്ക് ഇപ്പോൾ നിലവിലെ അവസ്ഥയിൽ പോകേണ്ടി വരും. കാരണം റിമാൻഡിലായി. ഭാരതീയ ന്യായ സംഹിതയിലെ 105, 118, അതായത് 5 മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങൾ, ഒരു മജിസ്ട്രേറ്റിന് ജാമ്യം നൽകാൻ കഴിയാവുന്ന കുറ്റങ്ങളാണ് ചുമത്തപ്പെട്ടിരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇപ്പോൾ കോടതി ഈ ഒരു റിമാൻഡിലേക്ക് പോയത്? കോടതി പരാമർശങ്ങൾ എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങളാണ് പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കുന്നതെന്ന് അറിയാം. എങ്കിൽ കൂടി ഏതെങ്കിലും തരത്തിലുള്ള കോടതി പരാമർശങ്ങളോ നിരീക്ഷണങ്ങളോ പുറത്തു വരുന്നുണ്ടോ?
സേതു, അത്തരം വിവരങ്ങളൊന്നും ഈ ഘട്ടത്തിൽ നമുക്ക് ലഭ്യമല്ല. അതോടൊപ്പം തന്നെ സേതു സൂചിപ്പിച്ചതുപോലെയല്ല, ഈ കേസ് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. അത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കോടതി സ്റ്റേഷൻ ജാമ്യം പോലീസ് സ്റ്റേഷൻ ജാമ്യം അനുവദിക്കാതെ കോടതി റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് തിരിഞ്ഞത്. കാരണം നമുക്കറിയാം, BNS 105 പ്രകാരമുള്ള കുറ്റമാണ് ചുമത്തിയിരുന്നത്. ഇത്തരത്തിൽ കുറ്റം ചുമത്തിയാൽ 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണിത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുറ്റകൃത്യം നടത്തിയതിനാൽ ഈ രീതിയിൽ പോലീസിന് സ്റ്റേഷൻ ജാമ്യം നൽകാൻ സാധിക്കില്ല. മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇപ്പോൾ ഏതായാലും മജിസ്ട്രേറ്റ് റിമാൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയിരിക്കുന്നു. കാരണം 5 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യമാണ് എന്ന രീതിയിൽ പോലീസ് FIR അടക്കം സമർപ്പിച്ചു. റിമാൻഡ് റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിരുന്നു. പോലീസ് ആവശ്യപ്പെടുന്നത് റിമാൻഡ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ കോടതി റിമാൻഡിൽ ചെയ്യുകയും ജയിലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ തീരുമാനത്തിന് അനുസൃതമായിട്ടായിരിക്കും ഇനിയിപ്പോൾ ജയിലിൽ നിന്നുള്ള മോചനം. ഇപ്പോൾ നിലവിൽ അല്ലു അർജുൻ ജയിലിലേക്ക് പോകണം എന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. ഈ ഹൈക്കോടതി ഉത്തരവ് ഇന്ന് തന്നെ പ്രതീക്ഷിക്കാമോ ഷപ്ന? ഈ വിഷയം കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. ഇപ്പോൾ ഏതായാലും കോടതി ഈ വിഷയം പരിഗണിച്ചു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഉടൻ തന്നെ വരാൻ സാധിക്കും. FIR റദ്ദാക്കണം എന്നായിരുന്നു അല്ലു അർജുന്റെ ആവശ്യം. ഇതിൽ കഴിഞ്ഞ ദിവസമാണ് ഇത്തരം ഒരു ഹർജിയുമായി അല്ലു അർജുൻ ഹൈക്കോടതിയെ സമീപിച്ചത്. തെലങ്കാന ഹൈക്കോടതിയിലായിരുന്നു ഈ ഹർജി നൽകിയത്. തെലങ്കാന ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുകയും കോടതി സർക്കാരിന് നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു വിഷയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ, അതായത് തെലങ്കാന ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഈ കേസ് നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ രീതിയിൽ അറസ്റ്റ് ചെയ്തത് നിയമവിരുദ്ധമാണ് എന്ന് ഹൈക്കോടതിയെ തന്നെ ഇന്ന് അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഏതായാലും തെലങ്കാന ഹൈക്കോടതിയുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും ഇനിയിപ്പോൾ അല്ലു അർജുനെ ജയിലിലേക്ക് മാറ്റുമോ എന്ന കാര്യത്തിൽ നമുക്ക് തീരുമാനമുണ്ടാകുക. ശരി ഷപ്ന. അല്ലു അർജുനെ ഇപ്പോൾ നമ്പള്ളി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്ന ഏറ്റവും പുതിയ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അല്ലു അർജുനെ റിമാൻഡ് ചെയ്തുവെന്ന് തെലങ്കാന പോലീസ് ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം ചുമത്തിയെന്ന് പോലീസ് ഹൈക്കോടതിയിൽ പറയുന്നു. ഈ ഷപ്നാസെ തുടരുന്നത് നമുക്കൊപ്പം. ഷപ്ന, അല്ലുവിനെ ജയിലിൽ മാറ്റുന്നതിൽ ഇനിയൊരു തീരുമാനമുണ്ടാവുക ഹൈക്കോടതി ഉത്തരവ് കൂടി കണക്കിലെടുത്തായിരിക്കില്ലേ? തീർച്ചയായും ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഹൈക്കോടതിയുടെ തീരുമാനം അനുസരിച്ചായിരിക്കും ജയിലിലേക്ക് വിടണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഏതായാലും മജിസ്ട്രേറ്റ് കോടതി, അതായത് നമ്പള്ളി കോടതി ഇപ്പോൾ 14 ദിവസത്തേക്ക് അല്ലു അർജുനെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോഴുള്ള നടപടിക്രമങ്ങൾ അനുസരിച്ച് ജയിലിലേക്ക് മാറ്റുക എന്നതാണ്. പക്ഷേ ഹൈക്കോടതി ഈ വിഷയം പരിഗണിക്കുന്നു. കാരണം ഈ അഭിഭാഷകൻ തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് ഇത് നിയമവിരുദ്ധമാണ്, ഈ അറസ്റ്റ്, FIR റദ്ദാക്കണം എന്ന ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെയാണ് പോലീസ് ഇത്തരത്തിൽ ഒരു മുന്നറിയിപ്പും കൂടാതെ വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വാഹനത്തിൽ കൊണ്ടുപോകുന്നു. അതിനുശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അറസ്റ്റ് രേഖപ്പെടുത്തി മെഡിക്കൽ പരിശോധനയ്ക്ക് ഹാജരാക്കി പിന്നീട് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കുകയും റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിമാൻഡ് റിപ്പോർട്ടിലടക്കം പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് അറസ്റ്റ് തന്നെ വേണം, റിമാൻഡ് ചെയ്യണം എന്ന ആവശ്യം തന്നെയായിരുന്നു. കാരണം റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസിന്റെ ഒരു വാദം ഈ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായി അല്ലു അർജുന് പങ്കുണ്ട്. കാരണം ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാക്കിയതിന് പിന്നിൽ അല്ലു അർജുന് കൃത്യമായി പങ്കുണ്ടെന്നും അതുകൊണ്ട് റിമാൻഡ് ചെയ്യണം, 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യണം എന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ റിമാൻഡിലേക്ക് വിടാനുള്ള തീരുമാനം. ഇനി ഹൈക്കോടതി തീരുമാനത്തിനനുസരിച്ചായിരിക്കും മറ്റ് നടപടികൾ. പുഷ്പ 2-ന്റെ ഹൈദരാബാദിൽ നടന്ന പ്രീമിയർ പ്രദർശനത്തിനിടെ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ ഇപ്പോൾ തെലുങ്ക് ചലച്ചിത്ര താരം അല്ലു അർജുനെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കോടതി. ഇപ്പോൾ 14 ദിവസത്തേക്കാണ് നമ്പള്ളി കോടതി അല്ലു അർജുനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഈ വിവരം പോലീസ് തെലങ്കാന ഹൈക്കോടതിയും അറിയിച്ചിട്ടുണ്ട്. തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുന്റെ FIR റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി പരിഗണിക്കുകയാണ്. കോടതിയുടെ തീരുമാനമായിരിക്കും, ഹൈക്കോടതി തീരുമാനമായിരിക്കും ഇനി ഈ വിഷയത്തിൽ നിർണായകമാവുക. ഷപ്നാസിയെ തുടരുന്നുണ്ട് നമുക്കപ്പം. ഷപ്ന, ശരി, മാളവിക ചേരുന്നുണ്ട് നാഷണൽ ഡെസ്കിൽ നിന്ന്. മാളവിക, ഈ FIR റദ്ദാക്കണമെന്ന അല്ലു അർജുന്റെ ഹർജി ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിലുള്ള നമ്പള്ളി കോടതി വിധി അനുസരിച്ച്
അല്ലു അർജുനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇനി ഒരു അന്തിമ തീരുമാനം വരിക ഹൈക്കോടതി ഉത്തരവിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും. അപ്പോൾ ഈ കോടതിയിലേക്ക് അല്ലുവിനെ നേരിട്ട് ഹാജരാക്കുന്നുണ്ട് പോലീസ്? സേതു അല്ലു അർജുനെ അറസ്റ്റ് ചെയ്ത ശേഷം ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം തിരിച്ച് കോടതിയിൽ ഹാജരാക്കും എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തു വരുന്നത്. എന്നാൽ അതിന്റെ അന്തിമമായിട്ടുള്ള ഒരു എന്നിരുന്നാലും ഇപ്പോൾ കസ്റ്റഡി അറസ്റ്റ് രേഖപ്പെടുത്തി, അതുപോലെ അദ്ദേഹത്തെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു എന്നുള്ള തരത്തിലുള്ള കാര്യത്തിൽ മാത്രമേ നമുക്കൊരു അന്തിമ ഇതുള്ളൂ. അദ്ദേഹത്തെ വീണ്ടും ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കുമോ എന്നുള്ള തരത്തിൽ അതിലൊരു കൺഫർമേഷൻ ഇപ്പോൾ പറയാറായിട്ടില്ല. പക്ഷേ സ്റ്റിൽ കോടതിയിൽ വാദം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു അന്തിമമായിട്ടുള്ള തീരുമാനം പറയാനായിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മുകളിൽ ചുമത്തിയേക്കുന്നത് വളരെ സെക്ഷൻ 105, 118 1 പ്രകാരം വളരെ ഗുരുതരമായ കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് മുകളിൽ ചുമത്തിയിരിക്കുന്നത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, അതായത് ജീവപര്യന്തമോ 5 മുതൽ 10 വർഷം വരെ തടവും പിഴയും ലഭിക്കാവുന്ന തരത്തിലുള്ള ശിക്ഷയാണ് അദ്ദേഹത്തിന് ചുമത്തിയിരിക്കുന്നത്. അതുപോലെ സെക്ഷൻ 118 3 വർഷം വരെ തടവും 20,000 രൂപ പിഴയും ലഭിക്കുന്ന കുറ്റങ്ങളാണ് അദ്ദേഹത്തിന് ചുമത്തിയിരിക്കുന്നത്. എന്തായാലും അത് വാദം കഴിഞ്ഞിട്ടേ നമുക്ക് അതിനകത്തൊരു അന്തിമ തീരുമാനം പറയാൻ പറ്റുള്ളൂ. ചെയ്തു ഈ രാവിലെ അല്ലു അർജുനെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ മുതൽ തന്നെ നാടകീയമായ സംഭവങ്ങളാണ് അരങ്ങേറിയത്. ആ സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ അവിടെ എത്തുന്ന സമയത്ത് അല്ലുവിൻ്റെ ഈ പിതാവും ഒപ്പം തന്നെ ഭാര്യയും ഒക്കെ തമ്മിൽ ചെറിയ വാക്കേറ്റമൊക്കെ ഉണ്ടായതായിട്ട് വാർത്തകളൊക്കെ പ്രചരിച്ചിരുന്നു. പിന്നാലെ അദ്ദേഹത്തെ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ഈ തെലുങ്കു സിനിമയിലെ പ്രത്യേകിച്ച് അല്ലു അർജുൻ്റെ കുടുംബവുമായി വളരെയധികം ബന്ധപ്പെട്ടുള്ളതാണ്. തെലുങ്കു സിനിമയിലെ സൂപ്പർ താരങ്ങളടക്കം നിരവധി പേർ ആ കുടുംബവുമായിട്ട് വലിയ ബന്ധം പുലർത്തുന്നവരാണ്. അവരെല്ലാം ഏറെക്കുറെ ചിരഞ്ജീവി ഉൾപ്പെടെയുള്ള താരങ്ങളൊക്കെ ഈ സ്റ്റേഷൻ പരിധിയിലും കോടതി പരിസരത്തുമായിട്ടൊക്കെ എത്തിച്ചേർന്നിരുന്നു. അതിനൊപ്പം അല്ലു അർജുൻ്റെ ഫാൻസ്, ആരാധകർ അവരവിടെ എത്തിയിരുന്നു. ഇപ്പോൾ നിലവിലെ ഈ കോടതി വിധി ആരാധകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. അതിന് തക്കവണ്ണ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടോ? അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടോ മാളവിക? അതായത് അല്ലു അർജുനെ അവിടെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരുന്നപ്പോൾ തന്നെ അച്ഛൻ അല്ലു അരവിന്ദ്, സഹോദരൻ അല്ലു സരീഷ്, ഭാര്യ, പിതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ ആരാധകരൊക്കെ ആണെന്നുണ്ടെങ്കിലും അവിടെ തടിച്ചുകൂടിയിരുന്നു. വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് ആ സ്റ്റേഷന് മുന്നിൽ കാണാമായിരുന്നു. അതിനുള്ള സുരക്ഷാ സന്നാഹങ്ങളും അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത്രയധികം പോലീസ് സന്നാഹത്തെയാണ് അവിടെ വിന്യസിച്ചിരുന്നത്. എന്നാൽ ഇതുവരെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ അവിടെ ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഒരുപാട് ജനക്കൂട്ടവും ആളുകളും ഒക്കെ അവിടെ എത്തിയിട്ടുണ്ട്. കുടുംബക്കാരെത്തിയിട്ടുണ്ട്. ചിരഞ്ജീവി അദ്ദേഹത്തിൻ്റെ വസതിയിൽ എത്തിയതായിട്ടുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതേസമയം അല്ലു അർജുന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് KT രാമറാവു ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു. അതായത് അദ്ദേഹം നേരിട്ട് ഇൻവോൾവ് അല്ലാത്ത ഒരു കാര്യത്തിനാണ് അദ്ദേഹത്തെ കുറ്റം ചുമത്തിയിരിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്, അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള തരത്തിൽ KT രാമറാവു ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിന് പിന്തുണയുമായി എത്തിയിരുന്നു. അതേസമയം ആരാധകരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മിക്സ്ഡ് ഇതാണ് അതിനകത്ത് വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്നും തെറ്റില്ലെന്നും തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സോഷ്യൽ മീഡിയയിൽ പരക്കെയുള്ളത്. പക്ഷേ അതേസമയം പോലീസ് സ്റ്റേഷന് പുറത്തുമൊക്കെ ആരാധകർ തടിച്ചുകൂടിയിരിക്കുകയാണ്. അദ്ദേഹത്തെ വിട്ടയക്കണം, അദ്ദേഹത്തിന് കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വാദങ്ങളുമായിട്ടാണ് അച്ഛനും അദ്ദേഹത്തിൻ്റെ ഭാര്യ, പിതാവും സഹോദരനും ഉൾപ്പെടെയുള്ളവർ സ്റ്റേഷനിലെത്തിയിരിക്കുന്നത്. അതാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ചെയ്തു മാളവിക, ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഹൈക്കോടതിയിൽ അല്ലുവിൻ്റെ അഭിഭാഷകൻ ഹാജരായി പറയുന്ന കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അതെ, ഹൈക്കോടതിയിൽ നിന്ന് വരുന്ന വിവരം ആക്ച്വലി ഷബ്ന സിയാദ് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നൽകും. ഞാനിപ്പോൾ ഹൈക്കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ ഷബ്ന സിയാദാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഷബ്ന സിയാദ് നൽകുന്നതായിരിക്കും. ചെയ്തു ശരി. ഇപ്പോൾ ഈ അല്ലു അർജുനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് ഈ മണിക്കൂറിൽ പുറത്തു വരുന്നത്. അദ്ദേഹത്തെ നമ്പള്ളി കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. ഈ വിവരം തെലങ്കാന ഹൈക്കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുമുണ്ട്. അപ്പോൾ കോടതിയിൽ നിന്ന് ഉള്ള പരാമർശങ്ങൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അല്ലു അർജുൻ്റെ ഈ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള അല്ലു അർജുൻ്റെ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചുകൊടുക്കുന്നത്. ഷബ്ന സേത് ചേർന്ന് നമുക്കിപ്പം ഷബ്ന, കോടതി പരിഗണിക്കുന്നുണ്ട്, പരാമർശങ്ങളും പുറത്തു വന്നു തുടങ്ങിയല്ലേ?
തീർച്ചയായും ഹൈക്കോടതി ഈ വിഷയം പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ ആദ്യം അല്ലു അർജുന്റെ അഭിഭാഷകനാണ് വാദം നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹം തന്നെ കോടതിയിൽ അറിയിച്ചത് തിയേറ്ററിൽ എത്തുന്ന കാര്യം കൃത്യമായി പോലീസ് കമ്മീഷണറെ നേരത്തെ അറിയിച്ചിരുന്നതാണ്. ഡിസംബർ 2 പോലീസ് കമ്മീഷണറെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. പോലീസ് ഇത് അംഗീകരിച്ചിരുന്നു. ഇത് അത്തരത്തിൽ അറിയിപ്പോട് കൂടി തന്നെയാണ് വന്നത്. അതുകൊണ്ട് തനിക്ക് ഈ കുറ്റകൃത്യത്തിൽ പങ്കില്ല. അല്ലു അർജുനെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തത് നിയമവിരുദ്ധമായിട്ടാണ്. കൃത്യമായി ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് എന്ന് കണ്ട് തന്നെയാണ് നേരത്തെ മുൻകൂട്ടി പോലീസിനെ വിവരം അറിയിച്ചത്. ഡിസംബർ 2 തന്നെ പോലീസിന് കത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു അറസ്റ്റ് നിയമവിരുദ്ധമാണ്. ഈ കേസ് തന്നെ നിലനിൽക്കില്ല. ഇത്തരം ഒരു യുവതി മരിക്കാനിടയായ സാഹചര്യം ഉണ്ട്. അത് ദൗർഭാഗ്യകരമായ സാഹചര്യമാണ്. എങ്കിൽ പോലും തനിക്ക് എതിരെ കേസ് നിലനിൽക്കില്ല. കാരണം നേരത്തെ തന്നെ ഇത് അറിയിച്ചിരുന്നതാണ് എന്ന് അഭിഭാഷകൻ കോടതിയിൽ അറിയിക്കുന്നു. എന്നാൽ സർക്കാർ അതിന് മറുപടിയായി സർക്കാർ അഭിഭാഷകൻ ഇപ്പോൾ കോടതിയിൽ പറയുന്നത് സിനിമയുടെ പ്രദർശനത്തിൽ പങ്കെടുത്താൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞു തന്നെയാണ് അല്ലു അർജുൻ എത്തിയത് എന്നാണ്. അതോടൊപ്പം തന്നെ ഈ സംഭവത്തിന് മുമ്പ്, അതായത് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു പരാമർശം വരുന്നത്, ഈ സംഭവത്തിന് മുമ്പ് SHO ഇത്തരത്തിലുള്ള ഒരു വിവരം അറിയിച്ചിരുന്നു. അതിന് രേഖകളുണ്ട് എന്നാണ് ഇപ്പോൾ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നത്. ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ കൃത്യമായി ഇത്തരം ഒരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകും എന്ന് അറിയിച്ചിരുന്നു. അതിന് രേഖകൾ തങ്ങളുടെ പക്കലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ വാദം നീളാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായും. കാരണം ഇപ്പോൾ അല്പസമയം മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ ഒരു വാദം ആരംഭിച്ചത്. അതിനുശേഷം ഇപ്പോൾ തെലങ്കാന ഹൈക്കോടതിയിൽ വാദം നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും സർക്കാർ ഇപ്പോൾ കോടതിയിൽ അറിയിക്കുന്നത് ഈ സിനിമയിൽ ഈ പ്രിവ്യൂ ഷോയിൽ പങ്കെടുക്കരുതെന്ന് അല്ലു അർജുനോട് പറഞ്ഞിരുന്നു എന്നാണ് സർക്കാർ പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയും ഇതാണ്. ഇത്തരം ഒരു കൃത്യമായി അല്ലു അർജുനെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. എന്നാൽ അല്ലു അർജുൻ പറയുന്നത് പോലീസിനോട് താൻ നേരത്തെ ഇൻഫോം ചെയ്തതാണ്. ഇത്തരം അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്ന കാര്യം മുൻകൂട്ടി കണ്ടാണ് പോലീസ് കമ്മീഷണർക്ക് കത്ത് നൽകിയത്. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഇത്തരം കുറ്റകൃത്യം ചുമത്തിയതിൽ തനിക്ക് പങ്കില്ല. ഈ കുറ്റകൃത്യത്തിൽ തനിക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത് നിയമവിരുദ്ധമാണ് എന്ന് പറയുന്നു. ഷപ്നയിലേക്ക് മടങ്ങി വരാം. ഇപ്പോ ഈ അല്ലു അർജുന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു കോടതിയിൽ നിന്നുള്ള പരാമർശം, കോടതിയിൽ സർക്കാർ അറിയിക്കുന്ന കാര്യം ഷപ്ന പങ്കുവച്ചതിൽ, സിനിമയുടെ പ്രദർശനത്തിൽ പങ്കെടുത്താൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് അറിഞ്ഞാണ് അല്ലു അർജുൻ പോയിട്ടുള്ളത് എന്നുള്ള സർക്കാരിന്റെ പരാമർശമാണ്. ഇനി കോടതി നടപടി ഏതു തരത്തിൽ വരുമെന്നുള്ളത് കാത്തിരുന്നറിയാം. കോടതി പരാമർശങ്ങൾ വരുന്ന മുറയ്ക്ക് വീണ്ടും ഷപ്ന സേദിലേക്ക് മടങ്ങി വരാം.